അപ്പോൾ നമുക്കറിയാം ഇന്ന് നമ്മുടെ കർഷകർ ഏറ്റവും കൂടുതലും ഇന്ന് നെൽകൃഷി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നമ്മൾ പ്രധാനമായിട്ടും നമ്മൾ ചെയ്യുന്ന ഒരു കൃഷിയാണ് വാഴക്കൃഷി. അപ്പോൾ വാഴക്കൃഷിയിലാണെങ്കിലും നമുക്ക് വളരെയധികം ഒരു അധിക ആദായം നമുക്കൊരു ആദായം തരുന്ന ഒരു കൃഷി കൂടെയാണ് വാഴക്കൃഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ വാഴക്കൃഷിയിലാണെങ്കിൽ മറ്റേത് കൃഷിയിൽ നേരിടുന്ന പ്രശ്നങ്ങൾ തന്നെ വാഴക്കൃഷിയിൽ കർഷകർ നേരിടുന്നുണ്ട്. പക്ഷേ നമ്മൾ വാഴ നടുമ്പോൾ തന്നെ നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പം അതിൻ്റെ ഞാൻ കൂടുതലായിട്ടും ഇപ്പോൾ കീടരോഗ നിയന്ത്രണ മാർഗങ്ങളെക്കുറിച്ചും പ്രധാനപ്പെട്ട കീടങ്ങളെ രോഗങ്ങളെ കുറിച്ചുമാണ് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മുടെ വാഴയുടെ കന്ന് നമ്മൾ ആദ്യം തന്നെ സെലക്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ശ്രദ്ധിക്കണം. പ്രധാനപ്പെട്ട ഒരു കീടമാണ് വാഴയുടെ മാണവണ്ടെന്ന് പറയുന്നത്. അപ്പോൾ കറുത്തിട്ട് ഒരു ചെറിയ മാണവണ്ടുണ്ട്, നമ്മുടെ തടതുടപ്പൻ രണ്ട് ഇതുമുണ്ട്, പുഴുവുണ്ട്. അപ്പോൾ അതിൻ്റെ പുഴുവിൻ്റെ വണ്ടും ഈ മാണവണ്ടിൻ്റെ ഇത് കണ്ടു കഴിഞ്ഞാൽ ഏകദേശം ഒരുപോലെ തന്നെ ആയിരിക്കും ഇരിക്കുന്നത്. നമ്മുടെ തടതുരപ്പൻ പുഴുവിൻ്റെ വണ്ടിനെയും കാട്ടി ഇച്ചിരി ചെറിയ സൈസിലുള്ളതായിരിക്കും നമ്മുടെ മാണവണ്ടെന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ മാണവണ്ട് എന്ന് പറയുന്നത് നമ്മുടെ ആ മാണത്തിനുള്ളിൽ ആ കന്ന് നമ്മൾ എടുക്കുമ്പോൾ തന്നെ കന്ന് നന്നായിട്ട് നമ്മൾ ചെത്തിക്കളയുക. ആ കന്നിൽ നമ്മുടെ കറുത്ത പാടുകൾ നമ്മൾ കാണുകയാണെന്നുണ്ടെങ്കിലും പിന്നെ അഴുകിയ ഭാഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ മാണവണ്ടിലെ ലക്ഷണമാണ്. അപ്പോൾ നമ്മൾ ആ ഭാഗം ചെത്തിക്കളഞ്ഞതിന് ശേഷം ചാണകവും ചാരവും കൂടെ മുക്കിയ മിശ്രിതത്തിൽ നമ്മൾ മുക്കിയെടുത്തതിന് ശേഷം തണലത്തിട്ട് ഉണക്കി ആ മാണം വേണം നമ്മൾ വാഴ നടുമ്പോഴത്തേനും നമ്മൾ ചെയ്യാനുള്ളത്. പിന്നെ ഇതിന് പുറമെ നമുക്ക് നമ്മുടെ വാഴപ്പിണ്ടി വെച്ചിട്ടൊരു കെണി ഉണ്ടാക്കാൻ സാധിക്കും. അതായത് 50 സെൻറ്റിമീറ്റർ നീളത്തിൽ വാഴപ്പിണ്ടി മുറിച്ചിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു ജൈവ നിയന്ത്രണ ഒരു കുമിളുണ്ട്, അതായത് മിത്രക്കുമിളുണ്ട്, ബിവേറിയ ബാസിയാന എന്ന് പറഞ്ഞിട്ട് ഒരു മിത്രക്കുമിൾ. നമുക്കത് പൊടി രൂപത്തിൽ കിട്ടുന്നതായിരുന്നു. 1 കിലോയ്ക്ക് 75 രൂപയാണ് നമ്മുടെ കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റീൻ്റെ വില. അപ്പം നമുക്ക് ആ ഒരു പൊടിയും കൂടെ ആ മാണവണ്ടിനെ കൺട്രോൾ ചെയ്യാനായിട്ട് നമുക്കത് മാണവണ്ടിന് ഉപയോഗിക്കാം, തടതുടപ്പൻ പുഴുവിന് ഉപയോഗിക്കാവുന്നതാണ്. 50 സെൻറ്റിമീറ്റർ നീളത്തിൽ നമുക്ക് വാഴപ്പിണ്ടി മുറിച്ചതിന് ശേഷം നമ്മൾ അതിനകത്തേക്ക് ബിവേറിയ എന്ന് പറയുന്ന ആ ഒരു മിത്രക്കുമിൾ നമ്മൾ ആ പൊടി അതിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് മാണവണ്ടി നിയന്ത്രിക്കാം. മിത്രക്കുമിളെന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം കുമിൾ രോഗങ്ങളെക്കുറിച്ച് ഒക്കെ കേൾവിയുണ്ടാകും. പക്ഷെ മിത്രക്കുമിളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കീടങ്ങളെ നിയന്ത്രിക്കാനും രോഗങ്ങളെ നിയന്ത്രിക്കാനും അവരുടെ തന്നെ ജെൻസിൽ പെട്ട നമ്മുടെ ഈ കുമിളുകളെ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, നമുക്കിതിനെ നിയന്ത്രിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ മിത്രക്കുമിളിൻ്റെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ വണ്ട് അതിൽ വന്ന് ഈ പിണ്ടിയുടെ ഈ മണം ആകൃഷ്ടമായിട്ട് വണ്ട് വരുന്നതിനോടൊപ്പം ഈ ബിവേറിയ എന്ന് പറയുന്ന മിത്രക്കുമിൾ അതിൻ്റെ പ്രാണികളുടെ ചെറിയ സുഷിരങ്ങളിലൂടെ കടക്കുകയും അങ്ങനെ അതുവഴി ഇതിനെ വണ്ടിനെ അല്ലെങ്കിൽ ഇതിനെ കൊല്ലുവാനായിട്ട് സഹായിക്കും.